പണി കിട്ടി വണ്ടിക്ക്. എന്താ നോക്കട്ടെ, പണി കിട്ടി. ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ടയറിൻ്റെ നമ്മുടെ ഓയിൽ ലീക്ക് സിലിണ്ടർ. ഇനി നേരെ മെക്കാനിക്കായി കാണിക്കാം. 2 ദിവസത്തിന് മുമ്പ് വണ്ടി ഒന്ന് പണിഞ്ഞതാണ്. 1 മാസം മുമ്പ്. ഞാനിപ്പം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഓട്ടോ ഇല്ലല്ലോ. അപ്പം എൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ മാത്രം വണ്ടി എടുക്കുന്നുള്ളൂ, ഞാൻ പോകാനല്ല. അപ്പോൾ ബ്രേക്ക് കുറവായിരുന്നു, അത് പണിഞ്ഞു. കാരണം എനിക്ക് ഓയിൽ ചേഞ്ചും അതേപോലെ പരിപാടിയുണ്ട്. 2 ദിവസം മുമ്പ് 10 ഓയിൽ ചേഞ്ചും 3 വീല് അയച്ച് പണിയാൻ കൊടുത്താൽ ഓക്കെ ആയി. പിന്നെ ഇന്നലെയാണ് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ബ്രേക്ക് ചവിട്ടിപ്പോൾ പെട്ടെന്ന് താഴ്ന്നു പോയി, കിട്ടിയില്ല. പിന്നെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരാൻ നേരത്ത് ചവിട്ടി താഴ്ന്നു പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വീലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീലിൻ്റെ അവിടെ ലീക്ക്, സിലിണ്ടർ ലീക്ക് ആയിരിക്കും. മെക്കാനിക്ക് വരട്ട് 8ൻ്റെ പണി അല്ലേ. ലീക്ക് വന്നത് ഈ വീലിനാണ്. അകത്ത് കണ്ടോ, ഈ 2 സൈഡിൽ ഇരിക്കുന്നതാണ് ലൈറ്റ്നർ, പിന്നെ ഇതാണ് ഡെമ്മ്. അപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പം ഈ 2 ലൈറ്റ്നർ, എൻ്റെ 2 വിരൽ നോക്കി, നമ്മൾ ഇപ്പം വിരൽ 2 ഒന്നിച്ച, പിന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പം വിരൽ 2 എണ്ണം ഇങ്ങനെ 2 ആവും. അപ്പം 2 വിരൽ ലൈറ്റ്നർ തന്നെ വിചാരിക്കുക. അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നേരെ ഇങ്ങനെ ആവും, വികത്തിക്കും. പിന്നെയാണ് ഈ 2 സൈഡ് ഡെമ്മി പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് സിലിണ്ടർ വരുന്നത്. ആ സിലിണ്ടറിൻ്റെ അകത്താണ് ഒരു പിത്തം പോലെ തന്നെ ഈ സിലിണ്ടർ 2 സൈഡിലും. ഇതിൻ്റെ അകത്താണ് ഓയില്. അപ്പോൾ ഈ റബ്ബർ ബൂട്ട്സിന് 2 എണ്ണത്തിന് ലീക്ക് വരുമ്പോഴാണ് എന്താ ഓയില് ലീക്ക് വരുന്നത്. അതാണ് നമ്മളവിടെ പെഡൽ ചവിട്ടുമ്പം കിട്ടാതെ പോകുന്നത്, പിന്നെ പമ്പ് ചെയ്ത് ചവിട്ടണം. അപ്പം ഈ ഒരു സിലിണ്ടറാണ് ലീക്ക്. ഇത് മാറണം. ഇവർ അത്യാവശ്യം ഓയിലെല്ലാം കണ്ടോ, ഡെമ്മ്. ഇത് പുതിയത് നമ്മൾ 2 ഇട്ടതാണ് ഇന്നലെ. അന്ന് തന്നെ മാറിയാൽ മതിയാണ് സിലിണ്ടർ. എഞ്ചിനൊരു ലീക്കും ഉണ്ട്, അതും തിരക്കിയാവുന്നു, അതും നോക്കണം. എഞ്ചിന് കണ്ടിട്ടില്ല, ഇതാണ് ആപ്പയുടെ എഞ്ചിൻ. ഇത് സ്റ്റാർട്ടർ, ഇതിൻ്റെ അകത്ത് തന്നെ പിസ്റ്റൺ സിലിണ്ടർ, ഇത് റോക്കർ ആമ്പ് അസംബ്ലി എല്ലാം.